ഇത് ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്ന. ചരിത്രവും ആധുനികതയും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഇടം. രാജകീയ നിർമ്മിതികൾ സമകാലിക കലയുമായി സഹവസിക്കുന്ന ഇടം. മധ്യകാല കലയുടെയും സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കാൽപ്പാടുകൾ പതിഞ്ഞ പുരാതന തെരുവുകളിലെ ഓരോ ഇടത്തിനും യൂറോപ്പിൻ്റെ പ്രൗഢമായ ചരിത്രാംശത്തെക്കുറിച്ച് ഓരോ കഥകൾ പറയാനുണ്ടാകും. വിയന്ന ഓസ്ട്രിയയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഒരുപാട് സാംസ്കാരിക സംഭവങ്ങൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണിത്. എവിടെ നോക്കിയാലും സാംസ്കാരിക സംഭവങ്ങൾ, എവിടെ നോക്കിയാലും ഓപ്പറ ഹൗസുകൾ, എവിടെ നോക്കിയാലും മ്യൂസിയങ്ങൾ, എവിടെ നോക്കിയാലും അതിപുരാതനമായ നിർമ്മിതികൾ, അതിപുരാതനമായ വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ. ഇതിൻ്റെ എല്ലാം ഒരു കേന്ദ്ര പ്രദേശമാണ് വിയന്ന എന്ന് പറയുന്നത്. ഓസ്ട്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം എന്നതിനപ്പുറം സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് വിയന്ന. വിയന്ന ഓസ്ട്രോ ഹംഗേറിയൻ സാമ്രാജ്യ ചരിത്രത്തിൽ ആണ്ടുകിടക്കുന്ന സമ്പന്നമായ പൈതൃകമുള്ള നഗരമാണ്. പാശ്ചാത്യ ശാസ്ത്രീയ സംഗീത പൈതൃകമാവട്ടെ, രാജകീയ വാസ്തുകലയുടെ തിരിശേഷിപ്പാകട്ടെ, സജീവമായ കോഫി ഹൗസ് സംസ്കാരമാകട്ടെ, എല്ലാം ഇന്നും നിലനിൽക്കുന്നു ആധുനിക ജീവിതശൈലിയോടൊപ്പം. സമാനതകളില്ലാത്ത സംഗീത പാരമ്പര്യമുള്ള നഗരമാണ് വിയന്ന. മൊസാർട്ട്, ബീഥോവൻ, സ്ട്രൗസ്, ഇങ്ങനെ സംഗീതത്തിലെ മഹാ ഇതിഹാസങ്ങളുടെ നഗരമാണിത്. അവരനശ്വരമാക്കിയ ഇണങ്ങളാൽ സമ്പന്നമാണ് ഇന്നും വിയന്നയിലെ സംഗീതമേളകളും ഓപ്പറ ഹൗസുകളും. കാതോർത്താൽ അതിൻ്റെ അലയൊലികൾ നഗരത്തിലെ ഓരോ തെരുവിലും കേൾക്കാം. വിയന്ന നഗരത്തിന്റെ മുഖമുദ്രയായി തലയുയർത്തി നിൽക്കുന്നു 12ാം നൂറ്റാണ്ടിൽ പണിത സെന്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ. ഓസ്ട്രിയയിലെ ഏറ്റവും ഉയരമുള്ള പള്ളിയാണിത്. 136 മീറ്റർ ഉയരമുള്ള ഗോഥിക് വാസ്തുകലാ ലാവണ്യമിയലുന്ന കല്ലിൽ അതിസൂക്ഷ്മമായ കൊത്തുപണികളോടുകൂടിയ ദേവാലയ ഗോപുരം മാനത്തേക്ക് കൈകൂപ്പി നിൽക്കുന്നു. ലോകത്തെ തന്നെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിൽ ഒന്നാണ് വിയന്നയിലെ ഹോസ്ബർഗ് പാലസ്. ഹാബ്സ്ബർഗ് രാജപരമ്പരയുടെ കൊട്ടാരമായിരുന്ന ഹോസ്ബർഗ് പാലസ് 2600 മുറികളും 19 നടുമുറ്റവും 14 പാർശ്വഘടനയുമായി 59 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇന്നിത് ഓസ്ട്രിയൻ പ്രസിഡന്റിന്റെ വാസസ്ഥലവും മ്യൂസിയങ്ങളും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ വേദിയുമായി ഉപയോഗിച്ചു വരുന്നു. ഹാസ്ബർഗ് രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിരുന്നു ഷോൺബൺ പാലസ്. നൂറ്റാണ്ടുകളുടെ രാജപ്രതാപ ഐശ്വര്യങ്ങൾ നിലനിന്നിരുന്ന 1441 മുറികളുള്ള കൊട്ടാരം ഇന്ന് യുനെസ്കോ പൈതൃക സ്മാരകമാണ്. കൊട്ടാരത്തിന് ചുറ്റും അതിവിപുലമായ പൂന്തോട്ടമുണ്ട്. ലോകത്തെ ആദ്യത്തെ മൃഗശാല 1752 ഷോൺബൺ കൊട്ടാര വളപ്പിലാണ് സ്ഥാപിക്കപ്പെട്ടത്. കലാസ്വാദകരുടെ തീർത്ഥാടന കേന്ദ്രമാണ് ബെൽവെഡിയു പാലസ്. ലോകപ്രശസ്ത ചിത്രകാരന്മാരുടെ സൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുള്ള മ്യൂസിയമാണ് ബെൽവെഡിയു പാലസ്. ജർമ്മൻ ചിത്രകാരനായ ഗുസ്താഫ് ക്ലിംറ്റിന്റെ വിശ്വപ്രസിദ്ധ സൃഷ്ടി സ്വർണവും വജ്രങ്ങളും പതിച്ച എണ്ണ ഛായാചിത്രം ദ കിസ്, ഹാൻസ് മക്കാർട്ടിന്റെ ദ 5 സെൻസസ്, മിഖായേൽ പച്ചറിന്റെ ഫ്ലാഗലേഷൻ എന്നീ ലോകപ്രശസ്ത ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കലാപരിപാടികളുടെ അവതരണവും ചരിത്രവും വാസ്തുഭംഗിയും കൊണ്ട് ലോകപ്രശസ്തമാണ് വിയന്ന സ്റ്റേറ്റ് ഓപ്പറ. 1636 സ്ഥാപിച്ച വിയന്ന കോർട്ട് ഓപ്പറയാണ് 1861നും 69നും ഇടയ്ക്ക് പുതുക്കിപ്പണിത് വിയന്ന സ്റ്റേറ്റ് ഓപ്പറയാക്കിയത്. 1709 ഇരിപ്പിടങ്ങൾ, 567 ആളുകൾക്ക് നിന്ന് കാണാനുള്ള ഇടം, ഒരു സീസണിൽ മാത്രം 300-ലധികം ഓപ്പറ, ബാലെ തുടങ്ങി നൃത്തസംഗീത അവതരണം. ബീഥോവൻ, റിച്ചാർഡ് വാഗ്നർ, മൊസാർട്ട്,
സ്ട്രൗസ് തുടങ്ങി എക്കാലത്തെയും പ്രശസ്ത സംഗീതജ്ഞരുടെ കോമ്പസിഷന്റെ അവതരണം. ലോകത്തെ ഏത് കലാകാരനും കാലുകുത്താൻ ആഗ്രഹിക്കുന്ന വിയന്ന സ്റ്റേറ്റ് ഓപ്പറ ഹൗസ് തന്നെ ഒരു അനുപമമായ കലാസൃഷ്ടിയാണ്. വിയന്നയിലെ കഫേ കൾച്ചർ നഗരചത്വരങ്ങളിൽ സജീവമാണ്. നമ്മുടെ തട്ടുകടകളുടെ യൂറോപ്യൻ പകർപ്പാണ് തെരുവിലെങ്ങും. തീറ്റയും കുടിയും പുകയുമായി സമയം കൊല്ലുന്നവർ. കഫേ സെൻട്രലിൽ നിന്നോ കഫേ സാക്കറിൽ നിന്നോ ഓസ്ട്രിയയിലെ ലോകപ്രശസ്ത ചോക്ലേറ്റ് കേക്കായ സാക്കത്തോർട്ട് കഴിച്ച് മെലോഞ്ച് കുടിക്കാതെ വിയന്ന സന്ദർശനം ഒരിക്കലും പൂർണ്ണമാവില്ല.